നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാർക്കറ്റിൽ എത്തുന്ന ഓരോ വ്യക്തിയും ഒന്നുകിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ വേണ്ടിയായിരിക്കും എത്തുന്നത്. അപ്പം അവർ കൃത്യമായിട്ടുള്ള ടൈം ഫ്രെയിം ടെക്നിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായ സ്റ്റോക്കിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാനും കൃത്യമായ എൻട്രീസ് എടുക്കാനും സാധിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ, സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ, ഇൻട്രാഡേ ട്രേഡിങ്ങിൻ്റെ ഓരോന്നും എക്സാമ്പിളോട് കൂടി മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് നമ്മൾ കാണിച്ചു തരും. വീഡിയോ മുഴുവനായിട്ടും കാണുക, കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുടെ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റോക്കിനെ കുറിച്ച് ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തി അപ്പോൾ ആ സ്റ്റോക്ക് നല്ലതാണെന്ന് മനസ്സിലാക്കും. അതിനുശേഷം ടെക്നിക്കൽ അനാലിസിസിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനുമാണ് നമുക്ക് മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2 അല്ലെങ്കിൽ 5, 6, 10 വർഷമൊക്കെ ആയിരിക്കും. അപ്പം വലിയൊരു ലോങ് പീരീഡിലേക്കായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവർക്ക് ഏറ്റവും നല്ല ടൈം ഫ്രെയിംസ് ആണ് യൂസ് ചെയ്യേണ്ട ടൈം ഫ്രെയിംസ് ആണ് മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി ചാർട്ട്. അപ്പം മന്ത്ലി ടൈം ഫ്രെയിം അല്ലെങ്കിൽ വീക്ക്ലി ചാർട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഉപയോഗിക്കേണ്ടത്. നമ്മളിനി എക്സാമ്പിൾ ഒന്ന് എടുത്ത് നോക്കാം. ഇവിടെ ഞാൻ SBIN എന്ന സ്റ്റോക്കിൻ്റെ മന്ത്ലി ടൈം ഫ്രെയിമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ജസ്റ്റ് ഒരു ചെറിയൊരു ടൈം ഫ്രെയിമിൽ ഒതുങ്ങി നിൽക്കാതെ വലിയൊരു ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഈ ഒരു വലിയ ടൈം പീരീഡിൽ ഈ ഒരു സ്റ്റോക്കിന് ഗ്രോത്ത് ആണോ ഉണ്ടായിരിക്കുന്നത്, അതല്ല താഴോട്ടാണോ പോകുന്നേക്കുന്നത്, അല്ലെങ്കിൽ ഒരു സൈഡ് വേസിലാണോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വലിയ ടൈം ഫ്രെയിം ഓപ്പൺ ആക്കുക. 1 മന്താണ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇവിടെ ഓരോ ക്യാൻഡിലും ഒരു മാസത്തെ SBIN-ൻ്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റോക്കിലുണ്ടായ പ്രൈസിലുണ്ടായ വേരിയേഷൻസാണ് സൂചിപ്പിക്കുന്നത് ഓരോ ക്യാൻഡിലും. അപ്പം നമ്മൾ ഈ ഒരു 2020 ഈ ഒരു കൊറോണയുടെ ക്രാഷിൽ നിന്ന് നമ്മൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് ഒരു ടെക്നിക്കൽ അനാലിസിസ് നമ്മളൊരു പഠനം നടത്തുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, 2020 ജൂൺ മാസം തൊട്ട് അതിമനോഹരമായിട്ട് സ്റ്റോക്ക് അപ് ട്രെൻഡിലേക്കുള്ള ഒരു റാലി തന്നു. അത് 2021 ജൂൺ ജൂലൈ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ അത് തീർന്നു അപ് ട്രെൻഡ്. അതിനുശേഷം ഈ ഒരു റീജിയണിൽ സൈഡ് വേസ് ആയിട്ടായിരുന്നു മാർക്കറ്റ് ഇതിൻ്റെ സ്റ്റോക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ ഒരു സൈഡ് വേസ് മാർക്കറ്റിൻ്റെ ആ ഒരു റേഞ്ചിൻ്റെ അകത്ത് തന്നെയാണ് 520 എന്ന പ്രൈസിൽ തന്നെയാണ് സ്റ്റോക്ക് ഇപ്പോഴും നിൽക്കുന്നത്. ഒരിക്കലും നമുക്ക് ആ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് ഒന്നും തന്നിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു കാണുമ്പോഴത്തേനും നമുക്ക് കൃത്യമായിട്ട് SBIനെ കുറിച്ച് മനസ്സിലാവും. ഒരു അപ് ട്രെൻഡിന് ശേഷം ഒരു സൈഡ് വേസ്, ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തൊരു എൻട്രി കൺസിഡർ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഈ ഒരു റീജിയൻ ബ്രേക്കൗട്ട് തന്ന് അതിന് മുകളിൽ ട്രേഡിങ് നടക്കുമ്പം, അല്ലെങ്കിൽ അതിന് മുകളിൽ ക്ലോസിങ്ങുകൾ കിട്ടുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എൻട്രീസ് ഈ ഒരു വീഡിയോസിൽ കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയൊരു ടൈം ഫ്രെയിം ഇട്ട് ചെയ്യുമ്പോഴത്തേനും ഈ സ്റ്റോക്കിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയിലെത്തും. അതുപോലെ തന്നെ ഈ ഒരു റീജിയണിൽ നല്ലൊരു സപ്പോർട്ട് റീജിയൺ ആണെന്ന് നമുക്ക് ഈ ഒരു വലിയ ടൈം ഫ്രെയിം നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഇനി ഈ ഒരു റീജിയൺ താഴോട്ട് ബ്രേക്കൗട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു വലിയൊരു കൺസോൾട്ടേഷന് ശേഷം ഒരു ബ്രേക്ക് ഡൗൺ തന്നു, വീണ്ടും താഴോട്ടുള്ള ട്രെൻഡ് കണ്ടിന്യൂസ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റീജിയൻ വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂസ് ആകാനുള്ള, റേഞ്ച് ബൗണ്ടിൽ തന്നെ മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇതൊക്കെ നോക്കുമ്പോഴത്തേനും നമുക്ക് കൃത്യമായിട്ട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കണോ, അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും നല്ല റീജിയൻസ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അതേപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഈ SBIൻ്റെ തന്നെ വീക്കിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടുണ്ട് ഞാൻ ഓപ്പൺ ആക്കി. അപ്പോൾ വീക്കിലിയിൽ നമുക്ക് കുറച്ചും കൂടെ ടൈം ഫ്രെയിം ചെറുതായി. അപ്പം ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും, ആ ഒരു നമ്മൾ കണ്ട ആ മൂവ്മെൻറ്റ് തന്നെ നമുക്ക് ഇവിടെ വീക്കിലിയിലും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ആ ഡിസ്കസ് ചെയ്ത ഈ ഒരു റേഞ്ച്, ആ ഒരു റേഞ്ചിൻ്റെ അകത്ത് തന്നെയാണ് നമുക്ക് ഈ ഒരു കറക്റ്റ് മന്ത്ലിയിൽ നോക്കുന്നത് പോലെ തന്നെ നമുക്ക് വീക്കിലിയിലും പോയി നോക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും മന്ത്ലി ടൈം ഫ്രെയിം ആദ്യം തന്നെ ചെക്ക് ചെയ്യുക ഏതൊരു സ്റ്റോക്കിൻ്റെയും. അതിനുശേഷം അതിനോട് കൂടത്തിൽ തന്നെ വീക്കിലി ചാർട്ടും ഓപ്പൺ ആക്കി നല്ല എൻട്രീസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീക്കിലിയിലൊക്കെ ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് തന്ന് ക്ലോസിങ് തരുമ്പം നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു റീജിയണിൽ ഒരു നല്ല വീക്കിലി റെഡ് ക്യാൻഡിലൊക്കെ
ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വലിയ ബോഡിയോട് കൂടി ഒരു വീക്ക്ലി റെഡ് ക്യാൻഡിൽ ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ ഒരു താഴോട്ടുള്ള ഡൗൺ സൈഡ് മൊമെൻറ്റം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. വീണ്ടും ഈ ഒരു റീജിയണിൽ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ, വീക്ക്ലി ഗ്രീൻ ക്യാൻഡിൽ, നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരു അപ്സൈഡ് ഈ ഒരു റേഞ്ച് ബൗണ്ട് വീണ്ടും കണ്ടിന്യൂവേഷൻ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കണ്ടോ, ഈ ഒരു റീജിയണിൽ വീക്ക്ലിയിൽ വലിയ ക്യാൻഡിൽസ് ഉണ്ടായി, അതിനുശേഷം കണ്ടിന്യൂവേഷൻ ഉണ്ടായി, ഇവിടെ വീണ്ടും ഉണ്ടായി, അതിനുശേഷം കണ്ടിന്യൂവേഷൻ തന്നു. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ലോങ് ടൈമിലേക്ക് ഏതൊരു സ്റ്റോക്കും എടുത്ത് ഇങ്ങനെ ടെക്നിക്കൽ അനാലിസിസ് മന്ത്ലിയിലും വീക്ക്ലിയിലും പഠിച്ചതിന് ശേഷം നമുക്ക് വീക്ക്ലി ബേസിസിലാണെങ്കിലും നമുക്ക് എൻട്രീസ് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഒരു ആൾക്കാർ ചെയ്യുന്ന ഒരു തെറ്റ് അതൊന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ടെക് മഹീന്ദ്രയുടെ ചാർട്ടാണ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പം ഇവിടെ 1 ഡേയുടെ ഒരു ചാർട്ടിട്ട് ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, അപ്പോൾ നമ്മൾ 1 ഡേ ചാർട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഇത്രയും ഒരു ചാർട്ട് നോക്കി കഴിയുമ്പോഴത്തേനും അദ്ദേഹത്തിന് മനസ്സിലാവും ഈ ഒരു റീജിയൺ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് തന്നിട്ട് അത് ചെറിയൊരു അപ്സൈഡ് മൊമെൻറ്റം പിടിക്കുന്നുണ്ട്. അപ്പം ഇത്രയും വ്യൂ ആണ് ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി നോക്കുന്നെങ്കിൽ അദ്ദേഹം ഓർക്കും ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം തന്നതിന് ശേഷം അത് വീണ്ടും ഒരു അപ് ട്രെൻഡിലേക്ക് എത്തിയെന്ന്. അപ്പം അതേ സമയത്ത് അതിൻ്റെ വലിയ ടൈം ഫ്രെയിം മന്ത്ലി ചാർട്ടിലേക്കൊന്ന് പോയി നോക്കാം. അപ്പം ഈ സെയിം ടെക് മഹീന്ദ്രയുടെ മന്ത്ലി ചാർട്ടാണിത്. അപ്പം ഈ ഒരു ഇത്രയും റീജിയൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ റീജിയൻ്റെ അകത്ത് ഇത്രയും റീജിയനാണ് ഈ ഒരു ചെറിയ ഒരു പാർട്ട്. അപ്പം ഇവിടെ നമ്മൾ കണ്ടത് ഒരു ഡെയിലി ക്യാൻഡിൽ ടൈം ഫ്രെയിം ഉപയോഗിച്ചാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ സ്റ്റോക്ക് അപ് ട്രെൻഡിലേക്ക് എത്തിയെന്നാണ്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ടെക് മഹീന്ദ്രയുടെ ചാർട്ട് ഒരു ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നയാൾ പഠിക്കേണ്ടത് ഈ രീതിയിലാണ്. മന്ത്ലി ടൈം ഫ്രെയിം ഇട്ടു, അതിനുശേഷം മനസ്സിലാക്കുക ഈ ഒരു സ്റ്റോക്കിൽ എന്താണ് സംഭവിക്കുന്നത്. ഈ ഒരു 2020 മാർച്ച് കഴിഞ്ഞിട്ട് ഒരു അപ്സൈഡ് അപ് ട്രെൻഡിൽ ഒരു മൂവ്മെൻറ്റ് തന്നു, അതിനുശേഷം നല്ല രീതിയിൽ ഇവിടെ ഇത്രയും ഒരു 6-8 മാസക്കാലം നല്ല ഒരു 2021 തൊട്ട് 2021 ജൂൺ വരെ, ജനുവരി തൊട്ട് ജൂൺ വരെ നല്ലൊരു കൺസോൾട്ടേഷൻ ഉണ്ടായി, വീണ്ടും ഒരു അപ് ട്രെൻഡ് തന്നു, വീണ്ടും അവിടെ നിന്നൊരു കറക്ഷൻ ഉണ്ടായി, നല്ലൊരു ഡൗൺ ട്രെൻഡിൽ നല്ലൊരു മൂവ്മെൻറ്റ് തന്നു. ഇപ്പം നിലവിൽ ട്രേഡ് ചെയ്യുന്നത് ഈ ഒരു കൺസോളിഡേറ്റ് ചെയ്ത ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റീജിയണിൽ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടാകും എന്നാണ് ഈ ഒരു ചാർട്ട് നോക്കി മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഈ ഒരു സ്റ്റോക്കിൻ്റെ 1 ഡേ ചാർട്ട് ഇട്ടതിന് ശേഷം ഈ സ്റ്റോക്ക് അപ് ട്രെൻഡിലാണ് മൂവ് ചെയ്യുന്നത് എന്നല്ല ഒരു ലോങ് ടൈമിലേക്ക് ഒരു എൻട്രി എടുക്കുന്ന ആൾ മനസ്സിലാക്കേണ്ടത്. വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ ഒരു റീജിയണിൽ ഒരു നല്ല സപ്പോർട്ട് റീജിയൻ ആണ്. അപ്പം ഈ ഒരു റീജിയണിൽ ഒരുപക്ഷെ നല്ല വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ക്ലോസിംഗ് ഒക്കെ നല്ല ബുള്ളിഷ് ക്യാൻഡിൽസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു റീജിയണിനൊക്കെ താഴെ ഒരു മന്ത്ലിയിൽ അല്ലെങ്കിൽ വീക്ക്ലിയിൽ ഒരു ക്ലോസിംഗ് തന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു കറക്ഷൻ, ഒരു ഡൗൺ ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ ഒരു അനാലിസിസ് റോങ് ആണ്, ഈ ഒരു അനാലിസിസ് റൈറ്റ് ആണ്. അപ്പം ഇനി നമ്മൾ സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്നവർ ഒരു 1-2 ആഴ്ച അല്ലെങ്കിൽ 1-2 മാസത്തിനുള്ളിൽ നല്ലൊരു റിട്ടേൺ എടുക്കാൻ വേണ്ടിയാണ് അവർ എൻട്രീസ് എടുക്കുന്നത്. അവർ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചാണ് എൻട്രീസ് എടുക്കുന്നത് സ്റ്റോക്കുകളിൽ. അപ്പോൾ ഞാനിവിടെ സ്വിംഗ് ട്രേഡിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ടൈം ഫ്രെയിം വീക്ക്ലി, അതുപോലെ തന്നെ ഡെയിലി. വീക്ക്ലിയിൽ കൃത്യമായിട്ട് സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കുക, ചാർട്ട് പഠിക്കുക, അതിനുശേഷം ഒന്നുകിൽ വീക്ക്ലി ബേസിസിൽ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ചെറിയ ടൈം ഫ്രെയിമായ ഡെയിലി ബേസിസിൽ വന്ന് നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി എൻട്രീസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ വീക്ക്ലി ക്യാൻഡിലാണ് M&Mൻ്റെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ 2020 ജൂൺ ജൂലൈ മാസം തൊട്ട് സ്റ്റോക്ക് അതിമനോഹരമായിട്ട് അപ് ട്രെൻഡിൽ പോയി. അതിനുശേഷം ഒരു സൂപ്പർ കൺസോളിഡേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു 2021 തൊട്ട് 2022 ഏപ്രിൽ മെയ് വരെയുള്ള ഒരു സൂപ്പർ കൺസോളിഡേഷൻ. അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ടാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ബ്രേക്ക് ഔട്ട് തന്ന് നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റത്തിലാണ്, അപ്സൈഡ് മൂവ്മെൻറ്റമാണ് നമുക്ക് M&Mൽ കാണാൻ സാധിക്കുന്നത്. അപ്പം ഒരു ലോങ് ടൈമിലേക്ക് M&Mനെ സമീപിക്കുന്ന ഒരാൾ ഈ ഒരു അനാലിസിസാണ് നടത്തേണ്ടത്. അപ്പം ഇതുപോലെ തന്നെ നമ്മൾ
ഡെയിലിയിലേക്കും കൂടെ ഒന്ന് വന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡെയിലിയിലേക്ക് വരുമ്പോഴത്തേനും നമുക്കിവിടെ കാണാൻ സാധിക്കും സ്റ്റോക്ക് അതിമനോഹരമായിട്ട് M&Mൻ്റെ ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നു. അതിനുശേഷം ക്ലിയർ ആയിട്ട് കൺസോൾട്ടേഷൻ ഉണ്ടായി. അതിനുശേഷം ഈ ഒരു റീജിയണിൽ ബ്രേക്ക് ഔട്ട് വന്ന് റീടെസ്റ്റ് ചെയ്ത് വീണ്ടും ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നു. അപ്പോൾ നമുക്ക് ഒന്നുകിൽ വീക്ക്ലി ബേസിസിൽ അല്ലെങ്കിൽ ഡെയിലി ബേസിസിൽ നമുക്ക് ഈ ഒരു ചാർട്ട് അനാലിസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും സ്വിംഗ് ട്രേഡേഴ്സ്. അപ്പം ഏറ്റവും ബെസ്റ്റ് വീക്ക്ലി ബേസിസിൽ ചാർട്ട് അനാലിസിസ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ ഡെയിലിയും കൂടെ കമ്പൈൻ ചെയ്യുക. എന്നിട്ട് ഡെയിലി ബേസിസിൽ വേണമെങ്കിൽ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ വീക്ക്ലി ബേസിസിൽ എടുക്കാം. അപ്പോൾ ഡെയിലി ബേസിൽ എൻട്രി എന്ന് പറയുമ്പം ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്ന് ഈ ഒരു റീജിയണിലൊക്കെ വന്ന് റീടെസ്റ്റ് ചെയ്ത് ആ ഒരു റീടെസ്റ്റ് റീജിയണിൽ ഒരു നല്ല ഡെയിലി ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാം. അതിനുശേഷം അതിമനോഹരമായിട്ടൊരു അപ് ട്രെൻഡ് കിട്ടിയത് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ചിലവരുണ്ട് സ്വിംഗ് ട്രേഡിങ് ചെയ്യുമ്പോഴത്തേനും വീക്കിലിയിൽ ഈ ഒരു റീജിയൻ ബ്രേക്ക് ഔട്ട് തന്ന് ക്ലോസിങ് തന്നിട്ടുണ്ടെങ്കിൽ, വീക്കിലി ക്യാൻഡിലിൽ ക്ലോസിങ് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ എൻട്രി എടുക്കുന്നവരുണ്ട്. അതും ഒരു നല്ല മെത്തേഡാണ്. അപ്പോൾ വീക്കിലിയിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് തന്ന് ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൺഫർമേഷൻ കിട്ടുകയാണ് ക്ലിയർ ആയിട്ട് റേഞ്ച് ബ്രേക്ക് ഔട്ട് തന്നു എന്ന്. അപ്പം ഡെയിലിയിൽ വീക്കിലിയിൽ സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്നവർ ചാർട്ട് ഓപ്പൺ ആക്കുക. ഇതുപോലെ തന്നെ കൺസോൾട്ടേഷൻ റീജിയൻസ് അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ട്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഒപ്പം ഡെയിലിയിലും കൂടെ ചാർട്ട് ഓപ്പൺ ആക്കുക. അതിനുശേഷം വീക്കിലി ബേസിൽ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ ഡെയിലി ബേസിൽ എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി സാധാരണ ചിലവർ ചെയ്യുന്ന ഒരു തെറ്റായ ഒരു നടപടിയുണ്ട്. തെറ്റായ നടപടി എന്ന് പറയുമ്പം ഞാനിവിടെ M&Mൻ്റെ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ ഒരാൾ പോവുകയാണ്. അദ്ദേഹം M&Mൻ്റെ ചാർട്ട് 15 മിനിറ്റിൻ്റെ ഒരു ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വീക്കിലി ഡെയിലിയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. പക്ഷേ അദ്ദേഹം 15 മിനിറ്റിൻ്റെ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടാണ് ആ M&Mനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പം അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു 4-5 ദിവസം ഒരു ഡൗൺ ട്രെൻഡ് കിട്ടി. അതിനുശേഷം ഒരു 4-5 ദിവസം ഒരു കൺസോൾട്ടേഷൻ കിട്ടി. അതിനുശേഷം വീണ്ടും ഡൗൺ ട്രെൻഡ്, അതിനുശേഷം വീണ്ടും ഒരു ഡൗൺ ട്രെൻഡ്, അതിനുശേഷം ഒരു 4-5 ദിവസം വീണ്ടും ഒരു കൺസോൾട്ടേഷൻ. അപ്പം ഇങ്ങനെ ട്രെൻഡ്, ഒരു ഡൗൺ ട്രെൻഡ്, ഒരു സൈഡ് വേസ്, ഡൗൺ ട്രെൻഡ്, സൈഡ് വേസ്, ഇങ്ങനെ പല രീതിയിലുള്ള ട്രെൻഡ്സ് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഇവിടെ ഒരു എൻട്രി എടുക്കാൻ പറ്റത്തില്ല സ്വിംഗ് ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അതേസമയത്ത് അദ്ദേഹം ഡെയിലി ടൈം ഫ്രെയിമിലാണ് അനാലിസിസ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ഇത്രയും റീജിയൻ ഉൾപ്പെടുന്നത് വെറും ഇത്രയും റീജിയനിലാണ്. അപ്പം കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഈ ഒരു ചാർട്ട്, ഈ ഒരു വോൾ ചാർട്ട് ഡെയിലി ബേസിൽ അല്ലെങ്കിൽ വീക്കിലി ബേസിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അറിയാം ഇത് സ്റ്റോക്ക് ക്ലിയർ ആയിട്ട് സ്റ്റോക്ക് അപ് ട്രെൻഡിലാണ്. നമ്മൾ എൻട്രി എടുക്കേണ്ടത് ബുള്ളിഷ് സൈഡിലാണ്. നമ്മൾ സ്റ്റോക്ക് ബൈ ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകേണ്ടത്, അതല്ലാതെ സെല്ല് ചെയ്തിട്ടല്ല നമ്മൾ മുമ്പോട്ട് പോകേണ്ടതെന്ന് കൃത്യമായിട്ട് ഈ ഒരു വലിയ ടൈം ഫ്രെയിമിലാണ് അദ്ദേഹം ഈ ഒരു M&Mൻ്റെ ചാർട്ട് പഠിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആവുന്നുണ്ട്, പക്ഷേ വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾ ലൈഫ് ടൈം ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. ലൈഫ് ടൈം നിങ്ങൾ എന്ന് വരെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടോ അന്ന് വരെ ഇൻവെസ്റ്റ് ചെയ്യാനും സ്വിംഗ് ട്രേഡിങ് ചെയ്യാനും അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്യാനും ഈ ഒരു വീഡിയോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം പറഞ്ഞു ഈ ഒരു സ്വിംഗ് ട്രേഡിങ് ചെയ്യുമ്പം 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ 5 മിനിറ്റ് ഒക്കെ ടൈം ഫ്രെയിം ഇട്ട് ഒരിക്കലും നമ്മൾ ചാർട്ട് അനാലിസിസ് ചെയ്യരുത്. മിനിമം 1 ഡേ എങ്കിലും, മിനിമം 1 ഡേ അല്ലെങ്കിൽ 1 വീക്ക്, ഈ രണ്ടും ആണ് പ്രിഫർ ചെയ്യുന്നത് നമ്മൾ സ്വിംഗ് ട്രേഡിങ് ചെയ്യുമ്പം. ഇതാണ് ബെറ്റർ രീതി. ഇനി നമ്മൾ ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്ക് വരാം. ഇൻട്രാഡേ ട്രേഡിങ് 9:15 സ്റ്റാർട്ട് ചെയ്ത് 3:15 വരെ, 3:30 വരെ, 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 3:30 വരെയാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിൻ്റെ ടൈമിങ്. അപ്പോൾ രാവിലെ ബൈ ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴത്തേനും നമ്മൾ എക്സിറ്റ് ആകും, അല്ലെങ്കിൽ രാവിലെ സെല്ല് ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴത്തേനും നമ്മൾ ബൈ ചെയ്യും. അപ്പം ഇവിടെയും ഏറ്റവും ബെസ്റ്റ് ടൈം 15 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കാണ് ഏറ്റവും അനുയോജ്യം. അല്ലെങ്കിൽ സ്മോൾ ടൈം ഫ്രെയിംസും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇവിടെ നമ്മൾ വലിയ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് വലിയ ടൈം ഫ്രെയിം എടുത്ത് നോക്കാം നമുക്ക് ഈ ഒരു M&M എന്ന സ്റ്റോക്ക് ഏതൊരു മൂവ്മെൻ്റാണ് തരുന്നത്. അതായത് ഒരു അപ് ട്രെൻഡിലാണ് പോകുന്നതെങ്കിൽ കൂടുതലായിട്ട് നല്ല വലിയ ക്വാണ്ടിറ്റി ഇട്ട് നമുക്ക് ബുള്ളിഷ് സൈഡ് എൻട്രീസ് എടുക്കാം. അതല്ല ഈ ഒരു M&M എന്ന് പറയുന്ന സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിലാണ്, ലോങ് ടൈം ട്രെൻഡ്, അതായത് വലിയ ടൈം ഫ്രെയിമിൽ ഒരു ഡൗൺ ട്രെൻഡിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ഷോർട്ടിങ്ങിൻ്റെ അകത്ത് കൂടുതലായിട്ടും വലിയ ക്വാണ്ടിറ്റീസ് എടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ 15 മിനിറ്റിലാണെങ്കിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ഈ ഓരോ മൂവ്മെൻറ്റ്സും
ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ഓരോ മൂവ്മെൻറ്റ്സും വീണ്ടും ഈ ഒരു റീജിയനിൽ വന്ന് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പം വീണ്ടും ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു അപ്സൈഡ് മൊമെൻറ്റം, അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ തന്നു കഴിയുമ്പോഴത്തേന് ഈ ഒരു മൊമെൻറ്റം, അതുപോലെ തന്നെ ഇവിടെ പലതവണ ഇങ്ങനെ എൻട്രീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു അപ്സൈഡ് മൊമെൻറ്റം. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. 15 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് സ്മോൾ ടൈം ഫ്രെയിംസ് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതായിരിക്കും ഏറ്റവും നല്ലത് ഇൻട്രാഡേ ട്രേഡിങ്ങിന്. ഇവിടെ ഞാൻ ഗ്രാസിമിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ എടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് ആണ്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർ ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു റീജിയനിൽ കൺസോൾഡേറ്റ് ചെയ്തു, ബ്രേക്ക് ഡൗൺ തന്നു, വീണ്ടും ചെറിയൊരു ബ്രേക്ക് ഡൗൺ, ഒരു ഡൗൺ ട്രെൻഡ്, അതിനുശേഷം വീണ്ടും ഒരു കൺസോൾട്ടേഷൻ, അതിനുശേഷം വീണ്ടും ഒരു അപ്പ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, ഇങ്ങനെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും ഇൻട്രാഡേ ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർ കൂടുതലായിട്ട് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പേപ്പർ ട്രേഡിങ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എമൗണ്ട് വെച്ച് സ്റ്റോക്കിൽ ബൈ ചെയ്ത് പഠിക്കുന്നതിന് മുമ്പായിട്ട് പേപ്പർ ട്രേഡ് ചെയ്യുക. പേപ്പർ ട്രേഡ് ചെയ്ത് നല്ലൊരു ലെവലിലേക്ക് എത്തിയതിന് ശേഷം മാത്രം ഇൻട്രാ ട്രേഡിങ്ങിലേക്ക് വരിക. സ്വിംഗ് ട്രേഡിങ് വലിയ ടൈം ഫ്രെയിമിൽ നമുക്ക് കുറച്ചും കൂടെ ആക്യുറസി കൂടുതൽ കിട്ടും നമ്മൾ ടെക്നിക്കലി പഠിക്കുന്നതനുസരിച്ച്. പക്ഷേ ചെറിയ ടൈം ഫ്രെയിം ആകുന്നതനുസരിച്ച് ആക്യുറസി കുറഞ്ഞു വരും. അതെന്ന് പറഞ്ഞാൽ വളരെ വോളറ്റൈൽ ആയി കഴിയുമ്പോഴത്തേനും മാർക്കറ്റിൽ കൃത്യമായിട്ട് ചിലപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ടൊക്കെ തരും, പക്ഷേ അത് ഫാൾസ് ആയി പോകാനുള്ള ചാൻസൊക്കെ കൂടുതലുണ്ട്. അപ്പം അത് നമ്മുടെ വിഷയമല്ല, നമ്മൾ ഇതിൻ്റെ ടൈം ഫ്രെയിമാണ് നമ്മൾ ഒരു ചാർട്ടിനെ പഠിക്കുമ്പോഴത്തേന് കൃത്യമായി ടൈം ഫ്രെയിം യൂസ് ചെയ്യാൻ നോക്കുക. ഇനി ഒരു റോങ് കൺസെപ്റ്റാണ്, നമ്മൾ ഈ ഒരു ഡെയിലി ചാർട്ട് നോക്കി, ഇപ്പോൾ ഡെയിലിയിലാണ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്, ഇൻട്രാഡേ ആണ് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു 4-5 മാസമായിട്ട് സ്റ്റോക്ക് 2-3 മാസമായിട്ട് ഡൗൺ ട്രെൻഡിലാണ്, അതിനുശേഷം അപ്പ് ട്രെൻഡിലാണ് പോകുന്നത്. അപ്പം ഈ ഒരു സ്റ്റോക്കിൽ പോയി ബൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു ബൈയിങ് സൈഡ് അല്ല ഇൻട്രാഡേയിൽ എടുക്കേണ്ടത്. അവിടെ ഏറ്റവും അനുയോജ്യമായത് ഈ ഒരു സ്റ്റോക്കിൽ മനസ്സിലാക്കേണ്ടത് ഒരു ഇൻട്രാഡേ ട്രേഡിങ്ങിൽ, അതായത് ചെറിയൊരു ടൈം ഫ്രെയിം ഇട്ടതിന് ശേഷം അവിടെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ ഒരു ചാർട്ട് നോക്കിയതിന് ശേഷം ഇത് അപ്പ് ട്രെൻഡിലാണ്, ബുള്ളിഷാണ്, ഇവിടെ പോയി ഡയറക്റ്റ് ബുള്ളിഷ് എൻട്രീസ് അല്ല എടുക്കേണ്ടത്. കൃത്യമായിട്ട് ഈ ഒരു ചാർട്ട് കണ്ട് മനസ്സിലാക്കുക, ഈ ഒരു സ്റ്റോക്ക് ബുള്ളിഷാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബുള്ളിഷ് മൊമെൻറ്റം അല്ലെങ്കിൽ ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് തരുന്നത് കുറച്ച് കൂടുതൽ ചാൻസ് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പോസിബിലിറ്റി ഉണ്ട് ഒരു അപ്സൈഡ് മൊമെൻറ്റം തരാനുണ്ട് എന്ന്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി ടൈം ഫ്രെയിമാണ് യൂസ് ചെയ്യേണ്ടത്. അതല്ല, മന്ത്ലി ആൻഡ് വീക്ക്ലി ടൈം ഫ്രെയിം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെയുള്ള വലിയ ട്രെൻഡ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം ഇതിപ്പോൾ ചിലപ്പോൾ 2000 തൊട്ട് ഉള്ള ഒരു ടൈം ഫ്രെയിം ഒക്കെ ചിലപ്പോൾ ഈ മന്ത്ലിയിൽ 2022 വരെയുള്ള ടൈം ഫ്രെയിം കിട്ടും. ഇത് നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു റീജിയൻ ഒരു കൺസോൾട്ടേഷൻ ആണെന്ന്. ഈ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഈ വലിയ ട്രെൻഡ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മന്ത്ലി വീക്ക്ലി ചാർട്ട് യൂസ് ചെയ്യുന്നതനുസരിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതല്ലാതെ ഒരു ചെറിയ ഡെയിലി ക്യാൻഡിൽ സ്റ്റിക്ക് മാത്രം നോക്കി ഒരു ചെറിയ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് കണ്ട് ഈ ഒരു സ്റ്റോക്ക് അപ്പ് ട്രെൻഡിലാണ് എന്ന് പറയാതിരിക്കുക. ഒരുപക്ഷെ ഇതൊരു മന്ത്ലി വ്യൂവിൽ ഒരു കൺസോളിഡേഷൻ്റെ ജസ്റ്റ് ഈ ഒരു അപ്സൈഡ് മൊമെൻറ്റം ആയിരിക്കും, ഈ ഒരു മൊമെൻറ്റം ആയിരിക്കും ഈ ഒരു വലിയൊരു മൊമെൻറ്റമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം ഇതൊരു റോങ് മെത്തേഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും മന്ത്ലി അല്ലെങ്കിൽ വീക്കിലി വ്യൂ ഉപയോഗിക്കുക ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർ. അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്നവർ വീക്കിലി അല്ലെങ്കിൽ ഡെയിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് ഉപയോഗിക്കുക നല്ല എൻട്രീസ് എടുക്കുന്നതിന്. അതുപോലെ തന്നെ ഇൻട്രാഡേ ചെയ്യുന്നവർ 15 മിനിറ്റ് 15 മിനിറ്റ് 5 മിനിറ്റ് അല്ലെങ്കിൽ സ്മോൾ ടൈം ഫ്രെയിം ഉപയോഗിക്കാം ഇൻട്രാഡേ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ കൃത്യമായിട്ട് മനസ്സിലായി കാണും. അപ്പോൾ ഈ വീഡിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ. ആ വീഡിയോസ് എല്ലാം വളരെ ഇൻഫർമേറ്റീവ് ആണ്. അതും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്, അവിടെയും പോയി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഫ്രീ ആയിട്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നൊരു ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.